നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കമ്മീഷനിംഗ് ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ നടത്തി. പലയിടത്തും രാത്രി വൈകിയാണ് പൂർത്തിയായത്. സ്ഥാനാർത്ഥികളുടെ ഏജന്റിന്റെ സാന്നിധ്യത്തിലാണ് കമ്മീഷനിംഗ് നടത്തിയത്. മണ്ഡലത്തിന്റെ ചുമതലയുള്ള പൊതുനിരീക്ഷകനും വരണാധികാരിയും മറ്റുദ്യോഗസ്ഥരും സന്നിഹിതരായി. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ സ്ഥാനാർത്ഥിയുടെ പേര്, ചിഹ്നം, സമയം എന്നിവ സെറ്റ് ചെയ്ത് യന്ത്രങ്ങൾ പോളിംഗിനായി തയ്യാറാക്കി. ബാലറ്റ് യൂണിറ്റുകളിൽ സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും രേഖപ്പെടുത്തുകയും കൺട്രോൾ യൂണിറ്റുകളുമായി ബന്ധിപ്പിച്ച് വോട്ടിംഗ് സൗകര്യം ഉറപ്പാക്കുകയും ചെയ്തു. സുതാര്യതയ്ക്കായി മാതൃകാ വോട്ടെടുപ്പ് നടത്തി. കമ്മീഷനിംഗ് പൂർത്തിയാക്കി സീൽ ചെയ്ത EVM യന്ത്രങ്ങൾ വോട്ടെടുപ്പിന്റെ തലേദിവസമാണ് വിതരണം ചെയ്യുക. അതുവരെ സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിക്കും. പയ്യന്നൂർ മണ്ഡലത്തിൽ EVM കമ്മീഷനിംഗ് ഗവൺമെന്റ് ഗേൾസ് HSSലും, കല്യാശ്ശേരിയിലേത് മാടായി HSലും, ഇരിക്കൂറിലേത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കുറുമാത്തൂരിലും, തളിപ്പറമ്പിലേത് ടാഗോർ വിദ്യാനികേതനിലുമാണ് നടന്നത്. അഴീക്കോട് മണ്ഡലത്തിൽ EVM കമ്മീഷനിംഗ് VK കൃഷ്ണമേനോൻ വനിതാ കോളേജിലും, കണ്ണൂരിലേത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂരിലും, തലശ്ശേരിയിൽ ബ്രണ്ണൻ കോളേജിലും, ധർമ്മടത്തേത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പാലയാടും, കൂത്തുപറമ്പിലേത് നിർമ്മലഗിരി കോളേജിലും നടന്നു. മട്ടന്നൂർ മണ്ഡലത്തിലേത് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലും, പേരാവൂർ മണ്ഡലത്തിലേത് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ തൊണ്ടിയിലും നടന്നു.